കൊല്ലം മേയർ സ്ഥാനം രാജിവെച്ച പ്രസന്ന ഏണസ്റ്റ് മുന്നണി ധാരണ പ്രകാരം CPIക്ക് മേയർ സ്ഥാനം കൈമാറുന്നതിൻ്റെ ഭാഗമായാണ് രാജി. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഈ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി, ഈ CPIയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി, ഒടുവിൽ ഗത്യന്തരമില്ലാതെയോ രാജി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇടതു മുന്നണിയിൽ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ് ഡിസംബറോടുകൂടി തന്നെ രാജിവെച്ചുകൊണ്ട് CPIക്ക് സ്ഥാനം കൈമാറണമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് 4 വർഷം CPM 1 വർഷം CPI എന്നുള്ളതായിരുന്നു മുന്നണി ധാരണ. ഇത് സംബന്ധിച്ച് മേയർ സ്ഥാനം രാജിവെക്കുവാൻ CPMന്റെ മേയർ തയ്യാറായിരുന്നില്ല. പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് ആദ്യം ഈ ബിനോയ് വിശ്വം ഉൾപ്പെടെ പങ്കെടുത്ത നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നു. അതിന് പിന്നാലെയാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതായത് ഈ മേയർ സ്ഥാനം രാജിവെക്കാത്തതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ അടക്കം രാജിവെച്ച് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. അങ്ങനെ CPI വലിയ പ്രതിഷേധത്തിലേക്ക് പോയ സമയമാണ് അതായത് സംസ്ഥാന സമ്മേളനം ഇനി തൃശ്ശൂരിൽ CPMന്റെ കൊല്ലത്ത് വരാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇങ്ങനെ ഒരു ഭിന്നത നിലനിൽക്കുന്നത്. ആ ഭിന്നത മാറ്റണമെന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടന്നു. പിന്നാലെയാണ് മേയർ സ്ഥാനം രാജിവെക്കുവാൻ വേണ്ടി പ്രസന്ന ഏണസ്റ്റ് തയ്യാറായിട്ടുള്ളത്. നിലവിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള S ഗീതാകുമാരിക്കായിരിക്കും ഈ മേയറുടെ ചുമതല. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തർക്കങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ അടിയാന്മാരായി കാണുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. കാരണം CPM ആണ് ഈ കോർപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ജില്ലയിൽ ഒന്നാകെ തന്നെ CPIയെ രണ്ടാം തരത്തിൽ കാണുന്നു എന്നുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. അത്തരത്തിൽ ഒരു പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മേയറുടെ ഈ രാജി. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. CPIക്ക് മേയർ സ്ഥാനം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ധാരണയിന്മേലാണ് രാജി. പക്ഷേ പ്രതിഷേധങ്ങൾ ഉയർന്നു CPIയുടെ ഭാഗത്തു നിന്നൊപ്പം മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതാണ് രാജിക്ക് ആക്കം കൂട്ടിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.